കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ സീസൺ വളരെ മോശപ്പെട്ട സീസൺ ആയിരുന്നെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിന്റെ ചില താരങ്ങൾ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ഗോളുകളുടെയും അസിസ്റ്റുകളുടെയും അടിസ്ഥാനത്തിലാണ് അവരാരൊക്കെയാണെന്ന് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യമായി ഹീസൂസ് ഹിമിനസ് ആണ്. 18 മത്സരങ്ങളിൽ നിന്ന് 11 ഗോളുകളും 1 അസിസ്റ്റുമാണ് താരത്തിന്റെ ഈ സീസണിലേക്കുള്ള സംഭാവന. മൊത്തത്തിൽ 12 ഗോൾ കോൺട്രിബ്യൂഷൻ താരം നേടിയിട്ടുണ്ട്. പരിക്ക് മൂലം ചില മത്സരങ്ങൾ താരത്തിന് നഷ്ടപ്പെട്ടെങ്കിലും ഈ സീസണിൽ മികച്ച പ്രകടനം തന്നെയാണ് ഹീസൂസ് ഹിമിനസ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെച്ചത്. അടുത്തതായി നോവ സദോയി ആണ്. 19 മത്സരങ്ങളിൽ നിന്ന് 7 ഗോളുകളും 5 അസിസ്റ്റുമാണ് താരത്തിന്റെ ഇത്തവണത്തെ സംഭാവന. മൊത്തത്തിൽ 12 ഗോൾ കോൺട്രിബ്യൂഷൻ താരം നേടിക്കഴിഞ്ഞു. നോവ സദോയിക്കും പരിക്ക് മൂലം ചില മത്സരങ്ങൾ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. എന്നാലും താരം മികച്ച പ്രകടനം തന്നെയാണ് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെച്ചത്. അടുത്തതായി ബ്ലാസ്റ്റേഴ്സിന്റെ യുവതാരമായിട്ടുള്ള കോറോസിംഗ് ആണ്. തന്റെ അരങ്ങേറ്റ സീസണിൽ തന്നെ മികച്ച പ്രകടനമാണ് കോറോസിംഗ് കാഴ്ചവെച്ചത്. 17 മത്സരങ്ങളിൽ നിന്ന് 2 ഗോളുകളും 4 അസിസ്റ്റുമാണ് താരത്തിന്റെ ഈ സീസണിലേക്കുള്ള സംഭാവന. തന്റെ ആദ്യ സീസൺ എന്നതിലുപരി ഒരു മികച്ച പ്രകടനം തന്നെയാണ് കോറോസിംഗ് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെച്ചത്. അടുത്തതായി അഡ്രിയൻ ലൂണയാണ്. 22 മത്സരങ്ങളിൽ നിന്ന് 6 അസിസ്റ്റാണ് അഡ്രിയൻ ലൂണയുടെ ഇത്തവണത്തെ ബ്ലാസ്റ്റേഴ്സിനായുള്ള സംഭാവന. താരത്തിന് ഒരു ഗോൾ പോലും നേടാൻ ഈ സീസണിൽ സാധിച്ചിരുന്നില്ല. ഒരു ആത്മാർത്ഥമായിട്ടുള്ള പ്രകടനം തന്നെയാണ് ഈ സീസണിൽ ലൂണയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അടുത്തതായി ക്വാമി പെപ്രയാണ്. 21 മത്സരങ്ങളിൽ നിന്ന് 6 ഗോളുകളാണ് ക്വാമി പെപ്ര ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടിയത്. പക്ഷേ ഒരു അസിസ്റ്റ് പോലും ഈ സീസണിൽ ക്വാമി പെപ്രയ്ക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. എന്തായാലും കഴിഞ്ഞ സീസണിനെക്കാട്ടി മികച്ച പ്രകടനം തന്നെയാണ് പെപ്ര ഈ സീസണിൽ കാഴ്ചവെച്ചത്.